പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. എന്താ രാധു, എന്തിനാ കരയുന്നത്? മെത്ര വിഷമത്തോടെ രാധുവിന്റെ മുഖം കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ചോദിച്ചു. പറ്റുന്നില്ല മിത്ര, ഇപ്പോഴെല്ലാരും കൂടി എന്നെ ഒരു പൊട്ടിയാക്കിയത് ആലോചിച്ച് ദേഷ്യ സങ്കടം വരുക. വിവാഹം ഉറപ്പിച്ച മുതൽ ഒരുക്കിയായിരുന്നു ഞാൻ ജീവിച്ചത്. അതുകൊണ്ടാകും ഇപ്പോഴൊന്നും മറക്കാൻ കഴിയാത്തത്. തേങ്ങിക്കൊണ്ട് പറയുന്നത് കേട്ട് മിത്ര ആശ്വാസത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. സാരല്ല, എല്ലാം ശരിയാകും. നീ സാറിനോട് ദേഷ്യവും പിണക്കവും കാണിക്കുന്നത് കൊണ്ടാ ഇങ്ങനെയൊക്കെ നിന്നോട് പെരുമാറുന്നത്. നീ കുറച്ച് മയത്തിൽ പെരുമാറിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. രാധവിന്റെ മുഖം തുടച്ചു കൊടുത്ത് അവളോടായി പറഞ്ഞതും രാധു മൂക്ക് വലിച്ചുകൊണ്ട് ശരിയെന്ന രീതിയിൽ തലയാട്ടി. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ ഇനിയെല്ലാം കോളാക്കുവോ? മീത്ര രാധവിനെ നോക്കി പുരുകം പൊക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, നീ പറഞ്ഞതല്ലേ, ഞാൻ അനുസരിച്ചോളാം. രാധു മുഖം മുമ്പത്തെ തുടച്ച് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. നീ ആയോണ്ടേ എനിക്ക് തീരെ വിശ്വാസമില്ല രാധുവേ. മിത്ര രാധു പറഞ്ഞത് കേട്ട് ചിരിയോടെ മനസ്സിൽ പറഞ്ഞു. നീയല്ലേ എനിക്ക് ബിരിയാണി വാങ്ങിത്തരാന്ന് പറഞ്ഞത്? പെട്ടെന്നെന്തോ ഓർത്തതുപോലെ രാധു മുഖം പോയി മിത്രയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ദൈവമേ, ഇവൾ ഇനിയും മാറുന്നില്ലേ? രാധു പറഞ്ഞത് കേട്ട് മിത്ര മനസ്സിൽ ചിന്തിച്ചു. എടി, നീ എന്താ ആലോചിക്കുക? എനിക്ക് ബിരിയാണി വാങ്ങി തരുന്നില്ലേ? രാധു മിത്രയുടെ കയ്യിൽ പിടിച്ച് അവളെ ഒന്ന് ഉലച്ചുകൊണ്ട് ചോദിച്ചു. ആ പിന്നെ വാങ്ങിത്തരും. എന്നാ വാ, ഇപ്പൊ തന്നെ പോയി കഴിക്കാം. ഇപ്പോഴോ? നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടല്ലേ ഉള്ളൂ. രാധു മിത്രയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. കരഞ്ഞതുകൊണ്ടാണ് തോന്നുന്നു, കാഴ്ചത്തൊക്കെ ദഹിച്ചു. രാധു വയറ് തടവിക്കൊണ്ട് പറഞ്ഞു. നീ എഴുതിയല്ലേ, അത് കഴിഞ്ഞിട്ട് പോകാം. ഫുഡ് കഴിച്ചിട്ട് എഴുതാം, ഫുഡായിരിക്കും മുഖ്യം. രാധു വിടാൻ പാവല്ലാതെ പറഞ്ഞു. എടി, ബാഗ് ക്ലാസ്സിലാ. ബാഗിലാണ് ഞാൻ ക്യാഷ് വെച്ചത്. സാറുള്ളതുകൊണ്ട് ബാഗ് എടുക്കാൻ കഴിയത്തില്ല. മിത്ര രാധവനോടായി പറഞ്ഞു. രാധവന്റെ മുഖഭാവം മാറി. നിനക്ക് സാറുമായിട്ട് റൊമാൻസിക്ക് നല്ല ആവേശമായതല്ലോ. പാവം, ഞാനൊരു ആഗ്രഹം പറഞ്ഞപ്പോ അവളുടെ ഒരു ആലസ. നിനക്ക് എന്താ വേണ്ടത്? ബിരിയാണി ഇല്ലേ? രാധവനെ പറഞ്ഞു മുഴുവിക്കാൻ സമ്മതിക്കാതെ ഇതിൽ കയറിക്കൊണ്ട് മിത്ര ചോദിച്ചു. കൂടെ ചിക്കൻ ഫ്രൈ കൂടെ വേണം. എന്ത് കുന്താണെങ്കിലും വാങ്ങിത്തരാം, വാ. ഇനിയും നിന്നാൽ ശരിയാകില്ലെന്ന് മനസ്സിലാക്കിയ മിത്ര അതും പറഞ്ഞ് രാധവന്റെ കൈയും പിടിച്ച് വലിച്ച് അവിടുന്ന് ക്യാൻറ്റീനിലേക്ക് നടന്നു. അതെ, എന്താ ഉദ്ദേശം? ക്ലാസ് കഴിഞ്ഞത് രാത്രി 2 പേരുടെയും ബാഗ് എടുക്കാൻ പോയ തക്കം നോക്കി സ്റ്റാഫ് റൂമിൽ നിന്നും ഇറങ്ങി പാർക്കിങ്ങിലേക്ക് പോകുന്ന ധ്യാനിന്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് മിത്ര ചോദിച്ചു. എന്തുദ്ദേശം? നീ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ധ്യാൻ മിത്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് 2 പേർക്ക് എന്തിങ്ങനെ പരസ്പരം ഉടക്കിയും പാര വെച്ച് ജീവിച്ചാൽ മതിയോ? മിത്ര ധ്യാനെ നോക്കി പുരുകം പൊക്കിക്കൊണ്ട് ചോദിച്ചു. ഈ വിചാരേ നിന്റെ കൂട്ടുകാരി കൂടി വേണ്ടേ? ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി പ്രശ്നത്തിനും പോകാതെ സ്നേഹത്തിൽ പെരുമാറിയാൽ മതി, അവൾ വീണോളും. ധ്യാൻ പറഞ്ഞത് കേട്ട് ധ്യാനോടായി പറഞ്ഞു. പിന്നെ സ്നേഹം? നിന്റെ കൂട്ടുകാരുടെ സ്വഭാവം നിനക്കറിയില്ലേ? സ്നേഹം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി, അവളുടെ അടുത്ത് എറിയും. ധ്യാൻ മുഖത്ത് വിഷമം വരുത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചതേ സാറ് കുറച്ച് മായത്തിൽ പെരുമാറിയാൽ മതി എന്നാ. പുറമേ ഇത്തിരി പൊട്ടിത്തെറിയുണ്ടെങ്കിലും എൻ്റെ രാധ പാവാണ്. പിന്നെ പഞ്ചപാവാണ്. അവള് പാവൊക്കെയാണ്. എന്തൊക്കെ പറഞ്ഞാലും സാർ അവളോട് ചെയ്തേ ശരിയായില്ല. ശരിക്കും അവളുടെ സ്വഭാവം വെച്ച് അവൾ സാറിന്റെ തലതല്ലി പൊളിക്കേണ്ടതായിരുന്നു. പിന്നെ എത്രയൊക്കെ ആയാലും അവളുടെ മനസ്സിൽ സാറുണ്ട്. അതുകൊണ്ടാ അവൾ സാറിനെ വെറുതെ വിട്ടത്. മിത്ര പറഞ്ഞത് കേട്ട് ധ്യാനിന് ആശ്വാസം തോന്നി. ദേ, അവള് പറഞ്ഞു, ഞാൻ പോവാം. ഇനി നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം നീട്ടിക്കൊണ്ട് പോകരുത്. എൻ്റെ അപേക്ഷയാണ്. നിങ്ങൾക്കിടയിൽ കിടന്ന് കറങ്ങുന്നത് ഞാനാ. പിന്നെ അവളുടെ മനസ്സിൽ എപ്പോഴും സാറിനോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുമില്ല. സാറൊന്ന് ശ്രമിച്ചാ സാറിന് മുന്നിൽ അവൾ മനസ്സ് തുറന്നോളും. അപ്പൊക്കെ പറഞ്ഞ പോലെ ബായ്. അത് പറഞ്ഞ് മിത്ര രാധു കാണുന്നതിന് മുമ്പായി അവിടുന്ന് വേഗം രാധുവിന്റെ അടുത്തേക്ക് ഓടിപ്പോയി. നീ ഇതെവിടെ പോയതാ? രാധു തന്റെ അടുത്തേക്ക് വരുന്ന മിത്രയെ കണ്ട് കയ്യിലുള്ള അവളുടെ ബാഗ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു. ഞാൻ വെറുതേക്ക് ഇതിലേക്ക് നടന്നതാ. രാധുവിന്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി തോളിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. അല്ലടി, ആ കുട്ടി എന്തിനാ എപ്പോഴും നിന്നെ നോക്കി ചിരിക്കുന്നത്? വരാതിയിൽ നിന്നും ഇറങ്ങി നടക്കുന്നതിനിടയിൽ മിത്രയെ നോക്കി ചിരിക്കുന്ന പെൺകുട്ടിയെ കണ്ട് രാധു മിത്രയെ നോക്കി സംശയത്തിൽ ചോദിച്ചു. എനിക്കറിയില്ല. ആ കുട്ടിക്ക് വിഷമാകണ്ടെന്ന് കരുതി തിരിച്ചു ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. രാധുവിനെ നോക്കി പല്ലിളിച്ച് കാണിച്ചുകൊണ്ട് മിത്ര പറഞ്ഞ് മുന്നോട്ട് നടന്നതും കാണുന്നത് പാർക്കിങ്ങിനടുത്തായി രാധുവിന് വെച്ചിരുന്ന പോലെ നിൽക്കുന്ന ധ്യാനെയാണ്. സാർ നിന്റെ കഥ നിൽക്കുന്നത്. എടി, ഞാൻ പോണോ? മിത്ര രാധവനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും രാധ ചുണ്ടു ചുളുക്കി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു.
വേണ്ട, ഞാൻ പോവാം. എടി പൊട്ടിക്കാളി, നിന്നോട് ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നുപോയോ? ഇങ്ങനെ പോയാ നീ മൂത്തും ധരിച്ച് പോകത്തേ ഉള്ളൂ. മിത്ര പറഞ്ഞത് കേട്ട് രാധ ദയനീയമായി വിളിച്ചു. എടി, എനിക്ക് മടിയാ. രാധ നഖം കടിച്ചുകൊണ്ട് മിത്രയോട് പറഞ്ഞു. എന്തിനാ മടിക്കുന്നത്? നീ സാറിന്റെ കൂടെ പോകാൻ നോക്ക്. മിത്ര മടിച്ചു നിൽക്കുന്ന രാധവിനെ ഉന്തി തള്ളി വിട്ടതും രാധ ഒന്നും മടിച്ച് മുന്നോട്ട് നടന്നു. നോക്കി നിൽക്കാതെ കയറാൻ രാധ. മടിച്ചു നിൽക്കുന്ന രാധവിനെ കണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ധ്യാൻ പറഞ്ഞതും അവൻ പറയേണ്ട താമസം രാധ വേഗം കയറിയിരുന്നതും മിത്രയെ നോക്കി കണ്ടു ചെമ്മി കാണിച്ച് ബൈക്ക് മുന്നോട്ടെടുത്തതും രാധവളെ നോക്കി കൈവീശി കാണിച്ച് ബൈക്കിന്റെ പിറകിൽ പിടിച്ചിരുന്നു. എന്താവോ എന്തോ. അവരുടെ പോക്ക് കണ്ട് മിത്ര സ്വയം പറഞ്ഞ് തന്നെ കാത്തു നിൽക്കുന്ന ഡെവിയുടെ അരികിലേക്ക് പോയി. വലത് നടക്കുവോ? തൻ്റെ അടുത്തേക്ക് വന്ന മിത്രയെ കണ്ട് ഡെവി ഹെൽമെറ്റ് വെച്ച് ചിരിയോടെ ചോദിച്ചു. അറിയില്ല, അവളായോണ്ട് തീരെ പ്രതീക്ഷയല്ല. നീ കയറി, വീട്ടിൽ കുഞ്ഞുട്ടൻ വച്ചേക്കാം. ഡാനി പ്ലാസ്റ്റർ എടുക്കാൻ അപ്പച്ചനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. ഡെവി പറഞ്ഞത് കേട്ട് മിത്ര വേഗം കയറി അവനെ ചുറ്റിപ്പിടിച്ചിരുന്നതും ഡെവി വേഗം ബൈക്ക് മുന്നോട്ടെടുത്തു. ഇരുവരും വീട്ടിലെത്തുമ്പോൾ കാണുന്നത് ഉമ്മറപ്പടിയിൽ ഐസക്കിന്റെ ഫോണിൽ ഗെയിം കളിക്കുന്ന കുഞ്ഞുട്ടിയാണ്. ഡെബിയെ കണ്ടതും അവൻ വേഗം ഫോൺ മാറ്റി വെച്ച് മടിയിലുള്ള ബുക്ക് എടുത്ത് നോക്കി പിടിച്ചു. ബുക്ക് നേരെ പിടിച്ച് വായിക്ക്, ഇങ്ങനെ പിടിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല. ബൈക്ക് നിർത്തി ഉമ്മറത്തേക്ക് കയറി കുഞ്ഞുട്ടന്റെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് അതും പറഞ്ഞ് ആപ്പച്ചന്റെ ഫോണും എടുത്ത് ഉള്ളിലേക്ക് കയറിപ്പോയതും കുഞ്ഞുട്ടൻ ഡെബി പറഞ്ഞത് കേട്ട് ഇളിയോടെ ബുക്ക് നേരെ പിടിച്ചതും ഡെബിയുടെ പിന്നാലെ വന്ന് മിത്ര അവനെ നോക്കി ബാബത്ത് ചിരിച്ചു. ചേട്ടത്തി ചിരിക്കൊന്നും വേണ്ട, ആർക്കാരും ഒരു അബദ്ധമൊക്കെ പറ്റൂ. മിത്ര തന്നെ കളിയാക്കി ചിരിക്കുന്നത് കണ്ട് അവളെ നോക്കി കയറിപ്പിച്ചുകൊണ്ട് കുഞ്ഞുട്ടൻ പറഞ്ഞു. ആണോ? പക്ഷെ നിനക്ക് എപ്പോഴും അബദ്ധം തന്നെയാണല്ലോടാ പറ്റുന്നത്. ദേ ചേട്ടത്തി നിർത്തിക്കോ, വെറുതെ എന്നെ കളിയാക്കി ചിരിച്ചാ ഞാൻ ചേട്ടായോട് പറഞ്ഞു കൊടുക്കേ. ഓ പിന്നെ നിന്റെ ചേട്ടായി എന്നെ മൂക്ക് വെച്ച് കയറ്റായിരിക്കും, ഒന്ന് പോടാ. മിത്ര പറഞ്ഞത് കേട്ട് കുഞ്ഞുട്ടൻ മുഖം വീർപ്പിച്ചിരുന്നു. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലടാ, നീ സൂപ്പറല്ലടാ ചാപ്പർത്താലയാ. ഇതാ കൊണ്ടുപോയി കാണിച്ചോ. കുഞ്ഞുട്ടനെ കവളിലൊന്ന് പിടിച്ചു വലിച്ചാത്തും പറഞ്ഞ് ബാഗിൽ നിന്നും പലഹാരപ്പൊതി എടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഹായ്, ഇതെന്താ ചേട്ടത്തി, നല്ല ചൂടുണ്ടല്ലോ. കുഞ്ഞുട്ടൻ സന്തോഷത്തോടെ അത് വാങ്ങി ഉത്സാഹത്തോടെ ചോദിച്ചു. സമൂസയാണ്, ചൂട് പോകുന്നതിന് മുമ്പായി കഴിച്ചോ. പിന്നെ ഡാനികളത് എടുത്തു വെക്കാൻ മറക്കണ്ടേ. കുഞ്ഞുട്ടൻ പൊതി അയക്കുന്നത് കണ്ട് മിത്ര അതും പറഞ്ഞ് ഉള്ളിലേക്ക് കയറി. ഓ, അവനുള്ളത് ഞാൻ എടുത്തു വെച്ചോളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, ചേർത്തിക്ക് വേണ്ടേ? കുഞ്ഞുട്ടനെന്ന് എടുത്ത് കഴിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് വേണ്ട, നീ കഴിച്ചോ. അതും പറഞ്ഞ് മിത്ര ഉള്ളിലേക്ക് കയറി പോകാൻ നേരത്താണ് ഒരാഡംബര കാറ് വന്ന് വീടിന് മുറ്റത്ത് നിർത്തിയത്. കാറിൽ നിന്നിറങ്ങുന്ന പാട്ടിയെയും അവളുടെ വലിയേട്ടൻ ദീക്ഷിത്തിനെയും കണ്ടതും കുഞ്ഞുട്ടൻ്റെ ഇരുന്നേരത്ത് ചാടി എഴുന്നേറ്റ് മിത്രയെ നോക്കി. ഓ, ഇനി എന്ത് കുരിശും കൊണ്ടാണ് അവൻ ചേട്ടത്തിയുടെ പാട്ടി കെട്ടിയെടുത്തത്. കുഞ്ഞുട്ടൻ മനഃപൂർവ്വം പാട്ടിയെ ആക്കിയതാണെന്ന് കേട്ട് മിത്ര അവനെ കൂർപ്പിച്ച് നോക്കി വരുത്തി തീർത്ത ചിരിയോടെ അവർക്ക് അരികിലേക്ക് നടന്നു. കുഞ്ഞി, സൗഖ്യമാവുനക്ക്? തങ്ങളടുത്തേക്ക് വരുന്ന മിത്രയെ പോണൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പാട്ടി ചോദിച്ചു. സുഖാണ് പാട്ടി. മിത്ര പതിയെ പാട്ടിയിൽ നിന്നും മടന്നു മാറിക്കൊണ്ട് പറഞ്ഞു. രണ്ടാളകത്തേക്ക് കയറി വാ. അതിഥി ദേവോ ഭവ എന്നായതുകൊണ്ട് മിത്ര ദീക്ഷിത്തിന് ഒരു പുഞ്ചിരി നൽകി പാട്ടിയുടെ കൈയും പിടിച്ച് ഉള്ളിലേക്ക് നടന്നു. അപ്പോഴേക്ക് ശബ്ദം കേട്ട് ഡെവിയും അങ്ങോട്ട് വന്നിരുന്നു. താനിന്ന് പോയില്ലേ? ഡെവിയെ കണ്ടതും വരുത്തി തീർത്ത ചിരിയോടെ ദീക്ഷിത് ചോദിച്ചു. പോയിരുന്നു, ഇതിനു മുമ്പ് എത്തിയതേ ഉള്ളൂ, നിങ്ങളിരിക്കേ. ദീക്ഷിത്തിനെ നോക്കി നന്നായി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ദീക്ഷിത് പതർച്ചയോടെ ഡെവിയുടെ മുഖത്തിൽ നിന്ന് നോട്ടം മാറ്റി സെറ്റിയിലേക്കിരുന്നു. ഡെവി, ഉങ്ക അപ്പ എന്നാച്ചേ? ഐസക്കിനെ കാണാതെ ചുറ്റും നോക്കിക്കൊണ്ട് പാട്ടി മിത്രയോടായി ചോദിച്ചു. ഹോസ്പിറ്റലിൽ പോയതാ, കുറച്ച് കഴിവിടെത്താൻ. ഞാനേ കുടിക്കാനെടുക്കാം. അവരെ സംസാരിച്ചിരിക്കുന്നിടയിൽ മിത്ര പറഞ്ഞു. വേണ്ട, ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങിയത്. അവർക്ക് കുടിക്കാനെടുക്കാൻ പോകാനാഞ്ഞ മിത്രയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. പാട്ടിക്ക് എടുക്കട്ടെ? വേണ്ട, ഞങ്ങൾക്ക് ഉടനെ ഇറങ്ങണം. മിത്രയെ അവർക്ക് അരികിലായി പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു. ഓ, ആശ്വാസായി, ഈ മാറിനപ്പോ ഉടനെ പോവില്ലേ? പാട്ടി പറഞ്ഞത് കേട്ട് കുഞ്ഞുട്ടൻ പതിയെ പെറുകൊടുത്തുകൊണ്ട് പറഞ്ഞതും കുഞ്ഞുട്ടൻ പറഞ്ഞ കേട്ട് ഡേവിയാനെ നോക്കി കണ്ണുരുട്ടിയതും കുഞ്ഞുട്ടൻ പാകൂട്ടി അടങ്ങി നിന്നു. എന്താപ്പത്തെ തിരക്കപ്പെട്ട് വരാൻ? പാട്ടി പറഞ്ഞത് കേട്ട് മിത്ര സംശയത്തോട് ചോദിച്ചു. അത് വേറൊന്നുമല്ല കുഞ്ഞി, അടുത്ത നെക്സ്റ്റ് മൺഡേ നമ്മുടെ പാർട്ടിയുടെ 70ാം പിറന്നാളാണ്. അന്ന് എല്ലാവരെയും വിളിച്ചൊരു ഗ്രാൻഡായിട്ട് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് നിങ്ങളെ ക്ഷണിക്കാൻ വന്നതാ. മിത്രയുടെ ചോദ്യം കേട്ട് ദീക്ഷിത് പറഞ്ഞു. ആണോ? അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പാട്ടിമാ.
മിത്ര സന്തോഷത്തോടെ പാട്ടിയെ പുണർന്ന ആ ചുളിവ് വീണ കവളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കർത്താവേ, ഇത്രയും പ്രായമായിട്ട് ഇതിലേക്ക് എന്തിനാ കുടുംബം കാലക്കാനായിട്ട് ഭൂമിയിൽ നിർത്തിയേക്കുന്നേ? കുഞ്ഞൂട്ടൻ മുകളിലേക്ക് നോക്കി കർത്താവിനെ വിളിച്ച് പതിയെ പറഞ്ഞതും അവൻ പറഞ്ഞു കേട്ട് ഡേവി പൊട്ടി വന്ന ചിരി അടക്കി നിന്നു. നിങ്ങളെല്ലാരും കണ്ടിപ്പോ വന്നിരിക്കണം. മിത്രയുടെ കവളിൽ തലോടി ഡേവിയെയും കുഞ്ഞൂട്ടിനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. സോറി പാട്ടി, ഇവിടുന്ന് ആരും വരില്ല. അത് പാട്ടിയോട് ദേഷ്യം ഉണ്ടായിട്ടല്ല. അവസാനമായിട്ട് ആ വീടിന്റെ പടി ഇറങ്ങിയ ദിവസം മനസ്സിൽ തീരുമാനിച്ചതാ, തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും ഇനി ആ വീടിന്റെ പടി ഞാൻ ചവിട്ടില്ലെന്ന്. മിത്ര പാട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് ഇനിയും മറക്കലയാ? എപ്പടി മറക്ക മുടിയും പാട്ടി? അത്രക്ക് അന്ന് ഞാൻ ഇവിടെ ഓരോരുത്തരുടെയും മുന്നിൽ കെഞ്ചി പറഞ്ഞതാ, ആരും കേട്ടില്ല. ആ ദുഷ്ടന്മാരുടെ വാക്ക് കേട്ട് സ്വന്തം രക്തങ്ങൾ തന്നെ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടു. ഒരുപക്ഷെ അങ്ങനെയൊക്കെ നടന്നത് എന്റെ ഭാഗ്യമായിരിക്കാം. എന്നാലും ആ വീടിന്റെ പടി ഞാൻ ചവിട്ടില്ല. മിത്ര പറഞ്ഞത് കേട്ട് ദീക്ഷിത് കുറ്റബോധത്തിൽ തലതായിത്തീരുന്നതും അത് കണ്ട മിത്ര പൂച്ചത്തിൽ ചിരികൂട്ടി. മിത്രയുടെ വാശിയെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇരുവരും കൂടുതൽ അവളെ നിർബന്ധിക്കാതെ കുറച്ചു നേരം അവിടെ ഇരുന്ന് വേഗം പറഞ്ഞു. ആളിയനൊന്നും അവിടെ നിന്നേ. ഡെബിയുടെ ശബ്ദം കേട്ടതും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാൻ തന്നെ ദീക്ഷിത് തിരിഞ്ഞ് ദേവിയെ നോക്കി. അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ ശരിയാവും കളിയാ? ചെയ്യുന്ന ജോലി കൃത്യമായി ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലൊരു പോറൽ പോലും വെക്കാതെ മുന്നിൽ വന്ന് നിൽക്കും. ഡെബി ദീക്ഷിത്തിന്റെ അരികിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞതും ദീക്ഷിത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു. എന്നതാ ഇങ്ങനെ വേർക്കുന്നത്? അന്ന് ഈ പേടിയൊന്നും കാണില്ലല്ലോ. ഡെബി വേണ്ട, അന്നൊരു അബദ്ധം പറ്റിയതാ, സോറി. ദീക്ഷിത്ത് ഭൂമുഖത്ത് നിന്ന് തങ്ങളെ വീക്ഷിക്കുന്ന മിത്രയെ കണ്ട് ഡെബിയെ നോക്കി പതിയെ പറഞ്ഞു. ഇതാണോടാ അബദ്ധം? എന്റെ അപ്പന്റെ ദേഹത്ത് നീയൊക്കെ കാരണം പോറൽ പറ്റിയിട്ടും വെറുതെ വിട്ടത് എന്താണെന്നറിയോ? എത്രയൊക്കെ വാശിയും ദേഷ്യവും കാണിക്കുമെങ്കിലും അവളുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളോടൊക്കെ സ്നേഹമുള്ളത് കൊണ്ട് മാത്രം. ഈ കാര്യം അവൾ അറിഞ്ഞാ നിന്നെയൊക്കെ വെറുതെ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഈ കാര്യം അവളിൽ നിന്ന് മറച്ചു വെച്ചത്. നിങ്ങളുടെ പെങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിക്കാരനാ നിങ്ങൾ ഈ നകന്നത്. അവളെ തിരിച്ചു കിട്ടാൻ ഇതുപോലുള്ള തറവേല കാണിക്കുന്നതിന് പകരം ആദ്യം നിങ്ങളായിട്ട് അവളുടെ മനസ്സിലുണ്ടാക്കിയ മുറിവുണക്കാൻ നോക്ക്. വിളറി നിൽക്കുന്ന ദക്ഷ്യത്തിനെ നോക്കി പൂച്ചത്തോടെ അതും പറഞ്ഞ ഡെവി മിത്രയുടെ അടുത്തേക്ക് നടന്നു. എന്തെത്ര സംസാരിക്കാൻ? അകന്നു പോകുന്ന കാറ് നോക്കി മിത്ര തന്റെ അടുത്തേക്ക് വന്ന ഡെവിയോടായി ചോദിച്ചു. ഹേയ് ഒന്നുമില്ലടി, ചുമ്മാ. ഡെവി മിത്രയെ നോക്കി കണ്ണടച്ച് കാണിച്ച് അതും പറഞ്ഞ് ഉള്ളിലേക്ക് പോയി. ചേട്ടത്തി, എനിക്കൊരു ചായ ഇട്ട് തരുമോ? കുഞ്ഞുട്ടൻ പലഹാരപ്പൊതിയുമായി ടി വിക്ക് മുന്നിൽ നിന്ന് കൊണ്ട് ചോദിച്ചു. ഇപ്പൊ ഇട്ട് തരാം. കുഞ്ഞുട്ടൻ ചോദിച്ചത് കേട്ട് മിത്ര അതും പറഞ്ഞ് വേഗം കിച്ചണിലേക്ക് പോയി. ചായക്ക് വെള്ളം പാത്രത്തിൽ നിർത്തി സ്റ്റവ് ഓണാക്കി അതിൽ വെച്ച് കഴിഞ്ഞതും പെട്ടെന്നാണ് ഡെവി മിത്രയെ പിന്നിലൂടെ വന്ന് പുറന്നത്. എന്നതാ കൊച്ചൊരു വിഷമം? ഡെവി അങ്ങനെ നിന്നവളുടെ കാതിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കൊരു വിഷമമില്ലല്ലോ. ആണോ? എന്നാലും നീ ചെയ്ത് മോശമായിപ്പോയി. അവരിവിടെ വരെ വന്ന് ക്ഷണിച്ച സ്ഥിതിക്ക് നിനക്ക് ആ പ്രോഗ്രാമിനൊന്നും പോയി വരായിരുന്നു. ഡെവി മിത്രയെ തന്നിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ആ വീട്ടിലേക്ക് പോയാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരവുണ്ടാകില്ല. തിളച്ച വെള്ളത്തിലേക്ക് ചായപ്പൊടിയിട്ട് മിത്ര കളിയായി പറഞ്ഞു. അതെന്നതടി, നിന്നവരവിടെ കൂട്ടിയിടൂ. വേണിൽ അങ്ങനെയും പറയാം. സ്റ്റവ് ഓഫ് ചെയ്ത് പാത്രം ഇറക്കി വെച്ചുകൊണ്ട് മിത്ര പറഞ്ഞു. അത് പേടിച്ചാണോ നീ പോകാത്തത്? അല്ല ചായ, എനിക്ക് കഴിഞ്ഞതൊന്നും മറക്കാൻ പറ്റുന്നില്ല. മിത്ര പറഞ്ഞത് കേട്ട് ഡെവി അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു. എന്നതാ ദേവാ ഇത്? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ടല്ലേ നമുക്ക് ഇന്നിങ്ങനെ ഒരു ജീവിതം ഉണ്ടായത്. അതുകൊണ്ട് മാത്രം ഞാൻ ഇത്രയെങ്കിലും നല്ല രീതിയിൽ അവരോട് പെരുമാറുന്നത്. അത് കരുതി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകില്ല. ഇനിയും ഈ സംസാരമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ എന്നത് നല്ലത് കിട്ടുവേ. മിത്ര ഡെവിയോട് കൂടുതൽ ചേർന്ന് നിന്ന് അവൻ്റെ മീശത്തുമ്പ് പിടിച്ചു വലിച്ച് കുറുമ്പോടെ പറഞ്ഞതും ഡെവി ഒന്ന് എരിവ് വലിച്ചവളുടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ചതും മിത്ര പെരുവിരൽ കുത്തിയൊന്ന് ഉയർന്നു പൊങ്ങി ഡെവിയുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് അവൻ്റെ കണ്ണിലേക്ക് നോക്കി തന്നെ പതിയെ ഡെവിയുടെ അതിരങ്ങളിൽ അവളുടെ അതിരങ്ങൾ ചേർത്ത് വെച്ച് നിന്നു. ഇനി തങ്ങൾക്കിടയിൽ വരാൻ പോകുന്ന പരീക്ഷണങ്ങളും കണ്ണുനീരിന്റെയും കഷ്ടപ്പാടിന്റെയും ദുർഘട നാളുകളാണെന്ന് അറിയാതെ ഇരുവരും പ്രണയത്തോടൊരുകി ചേർന്ന് ചുംബിച്ച് അവരുടേതായ ലോകത്തേക്ക് ചിറകടിച്ചുയർന്നു.